ആരാ ആരാ അവളുടെ ശരിക്കുള്ള അച്ഛനും അമ്മയും? ഫോട്ടോ സെൻഡി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട്? ഐശ്വര്യ ആ കൊട്ടാരത്തിലെ ഇളമറക്കാരിയെന്നല്ലേ അന്ന് നീ പറഞ്ഞത്? അതെ. പക്ഷെ അത് പ്രൂവ് ചെയ്യാൻ നമ്മുടെ കയ്യില് ഒന്നും ഇല്ലാന്നും പറഞ്ഞു. പറഞ്ഞു. ഇനി നീ പറഞ്ഞതുപോലെ ഐശ്വര്യ അവിടുത്തെ അംഗമാണെങ്കിൽ അത് പിന്നീട് എപ്പോഴെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ അതിന്റെ അവകാശി അത് ഐശ്വര്യല്ലേ? നീ പറഞ്ഞതുപോലൊക്കെയാണ് സംഭവമെങ്കിൽ ഇലവുദേശം കൊട്ടാരത്തിന് ഒരേ ഒരു അവകാശി ഐശ്വര്യലക്ഷ്മി എന്ന എന്റെ മരുമകൾ. അപ്പോ കള്ളപ്പട്ടയമുണ്ടാക്കി നീ പറ്റിക്കാൻ പോകുന്നത് എന്നെയല്ലേ? അതിനൊരു സത്യം അറിഞ്ഞിട്ട് പോരെ കള്ളപ്പട്ടയവും റിസോർട്ടുമൊക്കെ? നീ പറഞ്ഞതുപോലെയാണെങ്കിൽ കൊട്ടാരം എനിക്ക് മാത്രം. നീ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്. അതാണ് നമ്മൾ ഇപ്പോ ഉണ്ടാക്കാൻ പോകുന്ന ഡീലിങ്സ്. ഞാൻ പറഞ്ഞത് നരേന്ദ്രനും മനസ്സിലായില്ലേ? മനസ്സിലായി. പറയൂ. ഐശ്വര്യലക്ഷ്മിയെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടുണ്ട്. മാഡം അറിഞ്ഞതും പറഞ്ഞതും പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഐശ്വര്യ ഫേക്കാണ്. ഐശ്വര്യയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണെന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആരാ ആരാ അവളുടെ ശരിക്കുള്ള അച്ഛനും അമ്മയും? ഫോട്ടോ സെൻഡി. ഞാൻ മാഡത്തിനെ കാണാൻ നേരിട്ട് വരാം. എല്ലാ ഡീറ്റെയിൽസും ഫയലിലും പെൻഡ്രൈവിലും ആക്കിയിട്ടുണ്ട്. വേഗം വീട്ടിലേക്ക് വാ, ഞാൻ അവിടെ ഉണ്ടാവും. ശരി മാഡം. നമുക്ക് പിന്നെ കാണാം നരേന്ദ്ര. അത്യാവശ്യമായിട്ട് എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. ശരി ചേച്ചി. കൊട്ടാരം ഒറ്റയ്ക്ക് നിങ്ങളുടെ പേരിലാക്കാനാണ് ശ്രമമെങ്കിൽ ഈ നരി ആദ്യം തട്ടുന്നത് നിങ്ങളെ ആയിരിക്കും. പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞത് നിങ്ങളെ ഒന്ന് സൂചിപ്പിക്കാൻ മാത്രം. പട്ടയം പതിപ്പിച്ച് കൊട്ടാരം ഈ നരി സ്വന്തമാക്കിയിരിക്കും.
അവൾ ഇവിടുന്ന് ഇറങ്ങി. ആ ഹലോ. നീ എവിടെയാ മോളെ? സുഖമാണോ? ആ, സുഖമായിട്ടിരിക്കുന്നു നരേന്ദ്രേട്ടാ. ഇപ്പൊ ഓഫീസിലാ. അപ്പോ നിന്റെ സുഖം പോകുന്ന ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. നീ ഒരു കാര്യം ചെയ്, ഓഫീസിൽ നിന്ന് വേഗം ഇറങ്ങി വീട്ടിലോട്ട് പോകും. എന്നിട്ട് അത്യാവശ്യം വേണ്ട തുണിയും സാധനങ്ങളും എടുത്ത് എങ്ങോട്ടെങ്കിലും പോകും. അതാ നീ ഇപ്പൊ ചെയ്യേണ്ടത്. ഞാൻ അങ്ങോട്ട് പോവാൻ എന്താ നരേന്ദ്രേട്ട കാര്യം? നീ ആരാണെന്നും എന്താണെന്നും അറിയാൻ രമചേച്ചിയെ ഒരുത്തി ഏൽപ്പിച്ചിരുന്നല്ലോ. ആ സിഐഡി പെണ്ണ് നിന്നെ കുറിച്ച് മുഴുവനും മനസ്സിലാക്കി കഴിഞ്ഞു. നീ ആരാണെന്നും ആരുടെ മകളാണെന്നും എല്ലാം അവക്കിപ്പോ അറിയാം. എല്ലാം അവൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവൾ കണ്ടുപിടിച്ച ഡീറ്റെയിൽസും കൊണ്ട് രമചേച്ചിയെ കാണാൻ വേണ്ടി ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവള് രമചേച്ചിയെ കാണുന്നതോടെ നിന്റെ കാര്യം പോക്കാവും. നീ രാജകുമാരിയും കോപ്പും അല്ലെന്നറിയുമ്പോഴും നീ ശിവദാസന്റെ മകളാണെന്ന് കൂടി അറിയുമ്പോ നിന്നെ അവരങ്ങ് തട്ടും. അതാ ഞാൻ പറഞ്ഞത് നീ എങ്ങോട്ടെങ്കിലും പോവാൻ. അവള് രമാദേവി കാണുന്നതിന് മുന്നേ അവളെ തടയണം നരേന്ദ്രേട്ടാ. അതിന് എന്താ വഴി? അതിനുള്ള വഴിയൊക്കെ എനിക്ക് അറിയാം. ഞാൻ വിചാരിച്ച അവള് രമചേച്ചിയെ കാണുകയില്ല. പക്ഷേ ഞാൻ വിചാരിക്കില്ല. കാരണം കുറെ കാലമായിട്ട് നീ എന്നെ പറ്റിച്ചോണ്ടിരിക്കുക. ഇനി നിന്റെ ഒരു കാര്യത്തിന് ഞാൻ വരില്ല. പ്ലീസ് നരേന്ദ്രേട്ടാ, ദേ അങ്ങനൊന്നും പറയരുത് കേട്ടോ. നരേന്ദ്രേട്ടന് മണിമാലയല്ല ആവശ്യം. എങ്ങനെയെങ്കിലും ഞാനത് കൊണ്ട് തരാം. ഈ ഒരു തവണയും കൂടെ എന്നെ സഹായിക്കണം. ഇല്ലെങ്കിലേ അവരെന്നെ കൊല്ലും. അങ്ങനെ സംഭവിച്ച നരേന്ദ്രേട്ടന് മണിമാല കിട്ടില്ല. ഞാൻ മുഖേനെ മണിമാല കിട്ടൂ. അതുകൊണ്ട് നരേന്ദ്രേട്ടന്റെ കാല് പിടിച്ച് ഞാൻ പറയാ, ഇത്തവണ ഒന്ന് സഹായിക്ക്. ഞാൻ നിന്നെ വിശ്വസിച്ചപ്പോഴൊക്കെ നീ എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ.